So, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡൈനാമിക് ഫോർമുല എന്താണെന്ന് നോക്കിയായിരുന്നു. അത് വെച്ചിട്ടൊരു പ്രോബ്ലം നമ്മൾ ചെയ്തായിരുന്നു. അപ്പം നെക്സ്റ്റ് നമുക്ക് ഡൈനാമിക് ഫോർമുല വെച്ചിട്ടുള്ള ഒരു നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. A RCC pile 30 cm by 30 cm in section, 20 meter long, weighs 7.68 tons including the cap. It is driven by a hammer weighing 4 tons, falling freely through a height of 1 meter. The penetration of pile for last 10 blows is 6 cm. The efficiency of hammer is 100%. Coefficient of restitution is 0.4. Total elastic compression of pile is 2.5 cm. What is the ultimate load carrying capacity of the pile? So, ഇവിടെ 30 cm by 30 cm ഉള്ള ഒരു ഡയമെൻഷൻ ഉള്ള ഒരു RCC കോൺക്രീറ്റ് പൈൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പൈൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 20 മീറ്റർ. അതേപോലെ അതിൻ്റെ ടോട്ടൽ വെയ്റ്റ് ഇൻക്ലൂഡിങ് ദ പൈൽ ക്യാപ്പ്, ആ പൈലിൻ്റെ വെയ്റ്റ് തന്നിട്ടുണ്ട് 7.68 ടൺസ്. അതേപോലെ ഇത് ഹാമറിൻ്റെ വെയ്റ്റ് തന്നിട്ടുണ്ട് 4 ടൺസ്. അതേപോലെ അതിൻ്റെ ആ ഒരു ഫ്രീ ഫോളിങ് ഹാമറും പൈൽ ടോപ്പും തമ്മിലുള്ള, അതായത് ഹൈറ്റ് ഓഫ് റാം, ഈ ഒരു ഫോളിങ് ഫ്രീലി ത്രൂ എ ഹൈറ്റ് ഓഫ് 1 മീറ്റർ. ഈ 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാമറും പൈൽ ടോപ്പും തമ്മിലുള്ള ഹൈറ്റ്, അതായത് ഹൈറ്റ് ഓഫ് റാം ഡ്രോപ്പ്, അതാണ് 1 മീറ്റർ തന്നിരിക്കുന്നത്. അതേപോലെ പെനട്രേഷൻ പെർ ബ്ലോ, അതായത് എസ് തന്നിട്ടുണ്ട്. എസ് ഈസ് ദ പെനട്രേഷൻ പെർ ബ്ലോ, ദാറ്റ് ഈസ് 10 ബ്ലോസിന് 6 സെൻറ്റിമീറ്റർ പെനട്രേഷൻ ആണ് വരുന്നത്. അപ്പോൾ എസ് വന്നിട്ട് എസ് ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ ബൈ 10 ബ്ലോസിന് 6 സെൻറ്റിമീറ്റർ പെനട്രേഷൻ. അതേപോലെ എഫിഷ്യൻസി ഓഫ് ഹാമർ തന്നിട്ടുണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ട്, കംപ്രഷൻ സീൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി QU ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ആദ്യം തന്നെ ഗിവൺ ഡേറ്റാസ് എല്ലാം എടുത്തെഴുതാം. ലെങ്ത് ഓഫ് പൈൽ തന്നിട്ടുണ്ട്. എത്രയാണ് ലെങ്ത് ഓഫ് പൈൽ വന്നിട്ട് 20 മീറ്റർ. സോ L ഈസ് ഈക്വൽ ടു 20 മീറ്റർ. ആൻഡ് നെക്സ്റ്റ് എന്താണ്, ഇവിടെ വെയ്റ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് RCC പൈൽ എത്ര സെക്ഷൻ 20 മീറ്റർ ലോങ്, വെയ്സ് 7.68 ടൺസ് ഇൻക്ലൂഡിങ് ദ ക്യാപ്പ്. അപ്പം പൈൽ ക്യാപ്പും പൈലിൻ്റെയും കൂടെ വെയിറ്റ് ആണ് 7.6 ടൺസ് എന്ന് പറയുന്നത്. അതായത് പിയുടെ വാല്യൂ ആണ് 7.68 തന്നേക്കുന്നത്. പി എന്താണ്, വെയിറ്റ് ഓഫ് പൈൽ പ്ലസ് വെയിറ്റ് ഓഫ് പൈൽ ക്യാപ്പ് ആണ്. സോ ഇവിടെ പൈലും പൈൽ ക്യാപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വെയിറ്റ് ആണ് ഈ 7.68 ടൺസ്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു 7.68 ടൺസ്. അതേപോലെ അടുത്ത് തന്നിരിക്കുന്ന അവർ വെയിറ്റ് ഓഫ് ഹാമർ തന്നിട്ടുണ്ട്. എന്താണ്, ഹാമർ വെയിങ് 4 ടൺസ്. സോ വെയിറ്റ് ഓഫ് ഹാമർ W ഈസ് ഈക്വൽ ടു 4 ടൺസ്. അതേപോലെ എന്താണ്, ഫോളിങ് ഫ്രീലി ത്രൂ എ ഹൈറ്റ് ഓഫ് 1 മീറ്റർ, ദാറ്റ് ഈസ് H, ഹൈറ്റ് ഓഫ് റാം ഡ്രോപ്പ് വന്നിട്ട് 1 മീറ്റർ ആണ്. അപ്പോൾ H വന്നിട്ടുണ്ട് 1 മീറ്റർ. അതേപോലെ പെനട്രേഷൻ ഓഫ് പൈൽ ഫോർ ലാസ്റ്റ് 10 ബ്ലോസ് ഈസ് 6 സെൻറ്റിമീറ്റർ. നമ്മൾ പറഞ്ഞു S ഈസ് ദ പെനട്രേഷൻ പെർ ബ്ലോ, ദാറ്റ് ഈസ് 6 by 10, 6 സെൻറ്റിമീറ്റർ by 10, S ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ by 10. അതേപോലെ എഫിഷ്യൻസി ഓഫ് ഹാമർ വന്നിട്ടുണ്ട് ഈറ്റ H ഈക്വൽ ടു 100%. കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ E ഈസ് ഈക്വൽ ടു 0.4 വന്നിട്ടുണ്ട്. അതേപോലെ കംപ്രഷൻ്റെ വാല്യൂ C ഈസ് ഈക്വൽ ടു 2.5 സെൻറ്റിമീറ്ററും ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. സോ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം നിങ്ങൾ എടുത്തെഴുതാം. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്, യൂസിങ് മോഡിഫൈഡ് ഹൈലി ഫോർമുല, ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ ഈസ് QU ഈസ് ഈക്വൽ ടു W ഇൻറ്റു H ഇൻറ്റു ഈറ്റ H ഇൻറ്റു ഈറ്റ B ഹോൾ ഡിവൈഡഡ് ബൈ S പ്ലസ് C ബൈ 2. അതേപോലെ നമുക്ക് ഈ ടൺസിൽ തന്നിരിക്കുന്നത് കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് 1 ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9.81 കിലോ ന്യൂട്ടൺ ആണ്. അപ്രോക്സിമേറ്റ്ലി നമുക്ക് 10 കിലോ ന്യൂട്ടൺ എടുക്കാം. അതേപോലെ മീറ്ററിനെ എല്ലാം ഒന്നുകിൽ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെ മീറ്ററിൽ തന്നെ ഇട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു യൂണിറ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് പോകുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. സോ നമ്മൾ ഡയറക്റ്റ്ലി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന് മുൻപ് നമുക്ക് ഈറ്റ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എഫിഷ്യൻസി ഓഫ് ഹാമർ ബ്ലോ, ഈറ്റ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഇതിന് വേണ്ടി നമുക്ക് ഡബ്ല്യുയുടെയും ഇ പിയുടെയും റിലേഷൻ നോക്കിയിട്ട് വേണം. ഈ W ആൻഡ് ഇ പി ഗ്രേറ്റർ ആണോ ലെസ്സർ ആണോ നോക്കിയിട്ട് വേണം ഈറ്റ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സെലക്ട് ചെയ്യാൻ. സോ ആദ്യം നമ്മുടെ കയ്യിൽ W ഉണ്ട്. W വന്നിട്ട് 40 കിലോ ന്യൂട്ടൺ. ഇനി ഇ പി കണ്ടുപിടിക്കാം. ഇ ഇൻറ്റു പി, ദാറ്റ് ഈസ് ഇ വന്നിട്ട് 0.4ഉം പി വന്നിട്ട് 7.68 ടണ്ണും. സോ നമ്മൾ ഈ 7.68 ടണ്ണിനെ നമ്മൾ കിലോ ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പം അതായത് 1 ടൺ ഈസ് ഈക്വൽ ടു 9.8 കിലോ ന്യൂട്ടൺ ആണ്. അത് നമ്മൾ അപ്രോക്സിമേറ്റ്ലി 1 ടൺ
10 കിലോ ന്യൂട്ടൺ ആയിട്ട് എടുത്തു. അപ്പോൾ ഈ 7.68 ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് 76.8 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ഇ ഇൻറ്റു പി ചെയ്യുമ്പോൾ 0.4 ഇൻറ്റു 76.8 നമുക്ക് 30.72 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ഇവിടെ ഇ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു വന്നിട്ട് 40 ആണ്. സോ ഇ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബ്ല്യുവിനെക്കാട്ടിലും ചെറുതാണ്. അപ്പം ഇവിടെ എന്താണ്, ഡബ്ല്യു ആണ് ഇ പിയെ കാട്ടിലും ഗ്രേറ്റർ. സോ അപ്പോൾ വരുന്ന ഈറ്റ ബിയുടെ ഇക്വേഷനാണ് ഡബ്ല്യു പ്ലസ് ഇ സ്ക്വയർ പി ഹോൾ ഡിവൈഡഡ് ബൈ ഡബ്ല്യു പ്ലസ് പി. സോ ഡബ്ല്യുവിൻ്റെയും ഇയുടെയും പിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈറ്റ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഈ വാല്യൂ നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. അപ്പോൾ ക്യു യു വരുമ്പോൾ എന്ത് വരും, നമുക്ക് ഡബ്ല്യുവിൻ്റെ വാല്യൂ ഉണ്ട്. എന്താണ് ഡബ്ല്യുവിൻ്റെ വാല്യൂ വന്നിട്ട് 410 ആണ്. അത് നമ്മൾ കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ദാറ്റ് ഈസ് ഇൻറ്റു 10 ചെയ്യുമ്പോൾ 40 കിലോ ന്യൂട്ടൺ എന്ന് ഡബ്ല്യുവിൻ്റെ വാല്യൂ കിട്ടും. സോ 40 ഉണ്ട്. ഇനി കിലോ ന്യൂട്ടൺ, നമ്മൾ ഈ ഡബ്ല്യു എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് യൂണിറ്റ് വന്നിട്ട് കിലോ ന്യൂട്ടൺ സെൻറ്റിമീറ്റർ ആണ്. സോ ആ ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഡബ്ല്യുവിൻ്റെ യൂണിറ്റ് നമ്മൾ കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്ത് 40 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി. ഇനി എച്ച് എന്താണ്, എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് ഓഫ് റാം ഡ്രോപ്പ് ആണ്. ഇത് 1 മീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 100 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ആൻഡ് ഈറ്റ എച്ച് എന്താണ്, ഈറ്റ എച്ച് ഈസ് ദ എഫിഷ്യൻസി ഓഫ് ഹാമർ. അത് നമുക്ക് 100% എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമ്മളത് 1 ആയിട്ടാണ് എടുക്കുന്നത്. 100% മീൻസ് 1. സോ അത് 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് ഈറ്റ ബിയുടെ വാല്യൂ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെന്താണ്, എസിൻ്റെ വാല്യൂ ഉണ്ട്. എസിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, for 10 blows penetration is 6 centimeter. ഓക്കെ, അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു 6 centimeter by 10. അത് ചെയ്യുമ്പോൾ നമുക്ക് 0.6 എന്ന് വരും. ആൻഡ് സിയുടെ വാല്യൂ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സിയുടെ വാല്യൂ വന്നിട്ട് കംപ്രഷൻ്റെ വാല്യൂ വന്നിട്ട് 2.5 centimeter, ദാറ്റ് ഈസ് 2.5 by 2. സോ നമ്മൾ ഡയറക്റ്റ്ലി ഇക്വേഷനിലേക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 968.22 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ഈ നിങ്ങൾ ഇക്വേഷൻ തെറ്റിക്കാതിരിക്കുക. അതേപോലെ ഈ ഡബ്ല്യുവും ഇ പിയും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈറ്റ ബിയുടെ ഇക്വേഷനും ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ 40 centimeter by 40 centimeter reinforced concrete pile 20 meter long is driven through loose sand and then into dense gravel to a final set of 3 mm per blow using a 30 kN single acting hammer with a stroke of 1.5 meter. Determine the ultimate driving resistance of the pile if it is fitted with a helmet, plastic dolly and 50 mm packing on the top of the pile. The weight of the helmet and dolly is 4 kN. The other details are weight of pile 74 kN, weight of hammer 30 kN, pile hammer efficiency eta h equal to 0.80 and coefficient of restitution 0.40. Use the Hiley formula. The sum of elastic compression C is equal to C1 plus C2 plus C3 is equal to 19.6 mm. So നമ്മുടെ ക്വസ്റ്റ്യനിൽ 40 centimeter by 40 centimeter ഡയമെൻഷനുള്ള ഒരു കോൺക്രീറ്റ് പൈൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് 20 മീറ്റർ ആണ്. ആൻഡ് ഇത് ആദ്യം ഒരു ലൂസ് സാൻഡിൽ കൂടി പാസ് ചെയ്തിട്ടാണ് ആൻഡ് ഫൈനലി അത് ഡെൻസ് ഗ്രേവൽ കൂടി പാസ് ചെയ്തിട്ട് അതിൻ്റെ വരുന്ന ആ ഒരു പെനട്രേഷൻ പെർ ബ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 mm per blow ആണ്. സോ ഇതെന്താണ്, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് ആണ്. എസ് ഈസ് ദ പെനട്രേഷൻ പെർ ബ്ലോ. ആൻഡ് ഇവിടെ എത്ര ഒരു ഹാമറിൻ്റെ വെയിറ്റും തന്നിട്ടുണ്ട് 30 kN. അതേപോലെ വിത്ത് സിംഗിൾ ആക്ടിങ് ഹാമർ വിത്ത് എ സ്ട്രോക്ക് ഓഫ് 1.5 മീറ്റർ. ഈ സ്ട്രോക്ക് ഓഫ് 1.5 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഹാമർ, നമ്മുടെ പൈൽ ടോപ്പ്. സോ ഇതാണ് പൈൽ ടോപ്പ് വരുന്നത്. സോ ഈ ഹാമറും ഈ ഹാമറിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 30 kN വിത്ത് എ സ്ട്രോക്ക് ഓഫ് 1.5 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹാമർ ഈ പൈൽ ടോപ്പുമായിട്ട് ഹിറ്റ് ചെയ്യുന്ന അത്രയും ഹൈറ്റാണ്. ഹാമറും ആ പൈൽ ടോപ്പും തമ്മിലുള്ള ഹൈറ്റിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അത് വന്നിട്ട് എത്രയാണ്, 1.5 മീറ്റർ. സോ ഇതെന്താണ്, ഇത് എച്ച് ആണ്. ഓർ ദാറ്റ് ഈസ് എച്ച് ഓഫ് റാം, എച്ച് ഈസ് ദ ഹൈറ്റ് ഓഫ് റാം ഡ്രോപ്പ് ഓർ സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ചിനെയാണ് നമ്മൾ ഇവിടെ 1.5 മീറ്റർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അൾട്ടിമേറ്റ് ഡ്രൈവിംഗ് റെസിസ്റ്റൻസ് ഓർ അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ പൈലാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ എന്താണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വെയിറ്റ് ഓഫ് ഹെൽമെറ്റും ഡോളിയും തന്നിട്ടുണ്ട് 4 kN. അതർ ഡീറ്റെയിൽസ് വെയിറ്റ് ഓഫ് പൈൽ, ഹാമർ,
അതേപോലെ പൈൽ ഹാമർ എഫിഷ്യൻസി ഈറ്റ എച്ച്, ഇയുടെ വാല്യൂ, സിയുടെ വാല്യൂ എല്ലാം തന്നിട്ടുണ്ട്. നമ്മുടെ മോഡിഫൈഡ് ഹൈലി ഫോർമുല വെച്ചിട്ട് വേണം ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. സോ നമ്മുടെ ഇക്വേഷൻ ഉണ്ട് എന്താണ്, ക്യു യു ഈസ് ഈക്വൽ ടു W ഇൻറ്റു എച്ച് ഇൻറ്റു ഈറ്റ എച്ച് ഇൻറ്റു ഈറ്റ ബി ഹോൾ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് സി ബൈ 2. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓരോ ടേംസും എന്താണെന്ന് എഴുതാം. ഇപ്പോൾ സി തന്നിട്ടുണ്ട് എന്താണ്, കംപ്രഷൻ. എന്താണ് സിയുടെ വാല്യൂ, 19.6 mm. സോ അത് നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് 1.96 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ആൻഡ് ഇയുടെ വാല്യൂ വന്നിട്ടുണ്ട് 0.40. കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇ ഈസ് ഈക്വൽ ടു 0.40. ആൻഡ് നെക്സ്റ്റ് എന്താണ്, W ഈസ് ദ W is the weight of pile, that is weight of hammer. So W is the weight of hammer, 30 kilonewton തന്നിട്ടുണ്ട്. That is W is equal to 30 kilonewton. And S തന്നിട്ടുണ്ട്. എന്താണ് S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 mm per blow. Penetration per blow ആണ് S. That is 3 mm per blow. അത് നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തപ്പം 0.3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി P എന്താണ്, P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ weight of pile plus weight of pile cap. അപ്പോൾ ഇവിടെ പൈൽ ക്യാപ്പ് എന്ന് ഡയറക്റ്റ്ലി തന്നിട്ടില്ല. പ്ലസ് എന്താണ് തന്നിരിക്കുന്നത്, ഹെൽമെറ്റ് പ്ലസ് ഡോളി. ദാറ്റ് ഈസ് ദ വെയ്റ്റ് ഓഫ് ഹെൽമെറ്റ് ആൻഡ് ഡോളി ഈസ് 4 kilonewton. അപ്പോൾ നമുക്ക് വെയ്റ്റ് ഓഫ് പൈലും തന്നിട്ടുണ്ട്. ഈ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വെയ്റ്റ് ഓഫ് പൈൽ പ്ലസ് വെയ്റ്റ് ഓഫ് പൈൽ ക്യാപ്പ് ആണ്. സോ ഇവിടെ പൈൽ ക്യാപ്പിൻ്റെ വെയ്റ്റ് ഡയറക്റ്റ്ലി തന്നേക്കുമല്ല, അതിന് പകരം ഹെൽമെറ്റിൻ്റെയും ഡോളിയുടെയും വെയിറ്റ് തന്നേക്കാണ്. നിങ്ങൾ ആ ഫിഗർ നോക്കിയാൽ മതി. ആ പൈൽ ക്യാപ്പിൽ വരുന്ന കമ്പോണൻസ് ആണ് ഹെൽമെറ്റും ഡോളിയും. സോ അതെന്താണ്, ഈ ഹെൽമെറ്റും ഡോളിയും കൂടെ ചേരുമ്പോഴാണ് പൈൽ ക്യാപ്പ് ആകുന്നത്. സോ അതിൻ്റെ വെയിറ്റ് 4 kilonewton. സോ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 74 + 4 78 kilonewton. ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് പൈൽ 74 kilonewton പ്ലസ് വെയിറ്റ് ഓഫ് ഹെൽമെറ്റ് ആൻഡ് ഡോളി. ഈ ഹെൽമെറ്റ് ആൻഡ് ഡോളിയാണ് പൈൽ ക്യാപ്പ് ആണ്. സോ വെയിറ്റ് ഓഫ് പൈൽ പ്ലസ് പൈൽ ക്യാപ്പ് 74 + 4 kilonewton നമുക്ക് 78 kilonewton എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈറ്റ എച്ച് 0.8 ഉണ്ട്. എച്ച് വന്നിട്ട് സ്ട്രോക്ക് ഓഫ്, ദാറ്റ് ഈസ് ഈ സിംഗിൾ ആക്ടിങ് ഹാമർ വിത്ത് എ സ്ട്രോക്ക് ഓഫ് 1.5 meter. ഈ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1.5 meterനെയാണ് നമ്മൾ എച്ച് എന്ന് പറയുന്നത്. സ്ട്രോക്ക് ഓർ ഹൈറ്റ് ഓഫ് റാം ഡ്രോപ്പ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി ഇക്വേഷനിലേക്ക് കൊടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഈറ്റ ബി, എഫിഷ്യൻസി ഓഫ് ഹാമർ ബ്ലോ കണ്ടുപിടിക്കണം. സോ അതിന് പകരം അതിന് വേണ്ടി നമുക്ക് ഡബ്ല്യുവിൻ്റെയും ഇ പിയുടെയും റിലേഷൻ നോക്കണം. സോ ഡബ്ല്യു നമ്മുടെ കയ്യിലുണ്ട് 30 kilonewton. ഇനി ഇ ഇൻറ്റു പി നോക്കണം. അപ്പോൾ ഇ ഇൻറ്റു പി വന്നിട്ട് 0.4 ഇൻറ്റു 78. അപ്പോൾ അത് ചെയ്യുമ്പോൾ 31.2 kilonewton എന്ന് കിട്ടും. ദാറ്റ് മീൻസ് W is lesser than E into P. So നമ്മൾ ഈറ്റ ബിക്ക് എടുക്കുന്ന ഇക്വേഷൻ ഇതാണ്, W plus E square P whole divided by W plus P minus W minus EP by W plus P the whole square. സോ അതിലേക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈറ്റ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് വി ഗെറ്റ് 0.393. സോ ഈ വാല്യൂ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ Q ഈസ് ഈക്വൽ ടു W നമുക്ക് 30 ആണ്. ആൻഡ് എച്ച് വന്നിട്ട് എന്താണ്, 1.5 meter ആണ്. നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തപ്പം 150 centimeter. പിന്നെ എഫിഷ്യൻസി ഈറ്റ ബി നമുക്ക് 8.8 ആണ്. ഈറ്റ എച്ച് 0.8 ആണ്. അതേപോലെ ഈറ്റ ബി വന്നിട്ട് 0.393 ആൻഡ് എസ് വന്നിട്ട് എന്താണ് 0.30 ആൻഡ് സി വന്നിട്ട് 1.96. ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 19.6 mm സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1.96. സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും kilonewton ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങളത് തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് വന്നിട്ട് IS പൈലോട്ട് ടെസ്റ്റ് ആണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇതിൻ്റെ തിയറി ചോദിക്കും. അപ്പം നിങ്ങൾ തിയറി എഴുതുമ്പോൾ ചിലപ്പോൾ 10 മാർക്സിനായിരിക്കും അല്ലെങ്കിൽ 5 മാർക്സിനായിരിക്കും ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ തിയറി എഴുതുമ്പോൾ അതിൻ്റെ ഫിഗർ, ഇക്വേഷൻ എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മാർക്കിനനുസരിച്ച് ഈ പൈലോട്ട് ടെസ്റ്റ് ചോദിക്കുമ്പം എഴുതിയിരിക്കണം. അപ്പോൾ എന്താണ് പൈലോട്ട് ടെസ്റ്റ് എന്ന് നോക്കാം. So payload test, it is the most reliable method for determining the load carrying capacity of a pile. അപ്പോൾ ഈ പൈലോട്ട് ടെസ്റ്റ് മെയിൻലി എന്തിനാണ് ചെയ്യുന്നത്? ഒരു പൈലിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈലോട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പൈലോട്ട് ടെസ്റ്റ്.
അപ്പോൾ ഇതിൻ്റെ ആ ടെസ്റ്റ് സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പൈൽ ലോഡ് ടെസ്റ്റ് മെയിനായിട്ടും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു പൈലിൻ്റെ അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പൈൽ എത്രത്തോളം ലോഡ് എടുക്കും എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈൽ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഇനി അതിൻ്റെ ടെസ്റ്റ് സെറ്റപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നിങ്ങൾ ഈ ഫിഗർ നോക്കിക്കുക, അതിൻ്റെ ഒരു ടെസ്റ്റ് സെറ്റപ്പ് ഫിഗറിൽ കാണിച്ചിരിക്കുകയാണ്. സോ ഇതിപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ലെവലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഗ്രൗണ്ട് ലെവലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട പൈൽ, ഏത് പൈലിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ആണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് ആ പൈലിനെയാണ് നമ്മൾ ടെസ്റ്റ് പൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ടെസ്റ്റ് പൈൽ എന്താണ്? ഏത് പൈലിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ പൈലിനെയാണ് നമ്മൾ ടെസ്റ്റ് പൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് പൈൽ നമ്മൾ ഇങ്ങനെ ഇൻ ബിറ്റ്വീനായിട്ട്, രണ്ട് പൈലിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡിലും വരുന്ന ഈ രണ്ട് പൈലിനെയാണ് നമ്മൾ ആങ്കർ പൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റ് പൈലിൻ്റെ രണ്ട് സൈഡിലും കൊടുക്കുന്ന പൈൽസിനെയാണ് നമ്മൾ ആങ്കർ പൈൽ എന്ന് പറയുന്നത്. ഈ ആങ്കർ പൈൽ കണക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ആങ്കർ ഗ്രിഡർ ഓർ റിയാക്ഷൻ ഗ്രിഡർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് ലെവലിലായിട്ട് രണ്ട് ആങ്കർ പൈൽ കൊടുക്കും. ഈ ആങ്കർ പൈലിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ടാണ് നമുക്ക് ഏത് പൈലാണോ ടെസ്റ്റ് ചെയ്യേണ്ടത്, അതായത് ഏത് പൈലിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പൈൽ ഈ രണ്ട് ആങ്കർ പൈൽസിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ഈ രണ്ട് ആങ്കർ പൈൽസും ഈ ടെസ്റ്റ് പൈലിൻ്റെയും ടോപ്പിലായിട്ട് ഒരു ആങ്കർ ഗ്രിഡർ ഓർ റിയാക്ഷൻ ഗ്രിഡർ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഈ ടെസ്റ്റ് പൈലിലേക്ക് ലോഡ് കൊടുക്കുന്നത് ഹൈഡ്രോളിക് ജാക്ക് വെച്ചിട്ടായിരിക്കും. അപ്പം so the setup generally consists of two anchor piles provided with an anchor grider. The anchor grider ആണ് anchor grider or a reaction grider at their top. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ടെസ്റ്റ് സെറ്റപ്പിൽ മെയിനായിട്ടും രണ്ട് ആങ്കർ പൈൽ ഉണ്ടായിരിക്കും. ആ രണ്ട് ആങ്കർ പൈലിൻ്റെയും ടോപ്പിലായിട്ട് എന്തുണ്ടായിരിക്കും? ഒരു ആങ്കർ ഗ്രിഡർ ഓർ റിയാക്ഷൻ ഗ്രിഡർ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് the test pile is installed between the anchor pile in the manner in which the foundation piles are to be installed. അപ്പോൾ ഈ രണ്ട് ആങ്കർ പൈൽസിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് പൈൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ ടെസ്റ്റ് പൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പൈലിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പൈലിനെയാണ് നമ്മൾ ടെസ്റ്റ് പൈൽ എന്ന് പറയുന്നത്. അതേപോലെ ഈ ആങ്കർ പൈൽസിൽ നിന്ന് ഈ ടെസ്റ്റ് പൈലിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 3 into b or 2.5 meter clear from the anchor piles. അപ്പോൾ നമ്മളിവിടെ ഈ ടെസ്റ്റ് പൈലിൻ്റെ രണ്ട് സൈഡിലായിട്ടും ആങ്കർ പൈൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ ആങ്കർ പൈൽസ് കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 into b, അതായത് ഈ ടെസ്റ്റ് പൈലിൻ്റെ വിഡ്ത്ത് ഉണ്ടല്ലോ, ഇത്രയാണല്ലോ ടെസ്റ്റ് പൈലിൻ്റെ വിഡ്ത്ത് b. സോ 3 times width of the test pile or 2.5 meter. അപ്പം ഈ ടെസ്റ്റ് പൈലും ഈ ആങ്കർ പൈലും തമ്മിൽ 3b ഓർ 2.5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് അറ്റ്ലീസ്റ്റ് അത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. സോ അതാണ് ആ ലാസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. അതായത് ടെസ്റ്റ് പൈലും ആങ്കർ പൈൽസും തമ്മിൽ അറ്റ്ലീസ്റ്റ് 3 into b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് പൈലിൻ്റെ വിഡ്ത്താണ്, ഓർ 2.5 സെൻറ്റിമീറ്ററിൽ മാറിയിട്ട് വേണം, ഈ ടെസ്റ്റ് പൈലിൽ നിന്ന് മാറിയിട്ട് വേണം ആങ്കർ പൈൽസ് കൊടുക്കാൻ, ഓർ ടെസ്റ്റ് പൈൽ അത്രയും ഡിസ്റ്റൻസിൽ വേണം ആങ്കർ പൈൽസിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെസ്റ്റ് സെറ്റപ്പ് ഈ ഫിഗർ നിങ്ങൾ പഠിച്ചോണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ടെസ്റ്റ് സെറ്റപ്പ് എല്ലാം നോക്കി. ഇനി ലോഡ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ടെസ്റ്റ് പൈലിൻ്റെ മുകളിലായിട്ട്, അതായത് ആങ്കർ ഗ്രിഡറിൻ്റെയും ടെസ്റ്റ് പൈലിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ഹൈഡ്രോളിക് ജാക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഹൈഡ്രോളിക് ജാക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് പൈലിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഈ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ പൈലിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുമല്ലോ. സോ ആ മൂവ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫിക്സഡ് റെഫറൻസ് മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ആ ഫിക്സഡ് റെഫറൻസ് മാർക്കിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടായിരിക്കും ഈ ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് പൈലിലുള്ള മൂവ്മെൻറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതേപോലെ സാൻഡി സോയിലിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റ് പൈൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് 3 days കഴിഞ്ഞിട്ടായിരിക്കും ഈ പൈൽ ലോഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. മീൻസ് സാൻഡി സോയിലിൻ്റെ കേസിൽ ആഫ്റ്റർ 3 days പൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ പൈൽ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ സോഫ്റ്റ് ക്ലേസിൻ്റെ കേസിലാണെങ്കിൽ പീരീഡ് ഓഫ് 1 week ഒക്കെയാണ്
അവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ 1 വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും സോഫ്റ്റ് ക്ലേയുടെ കേസിൽ നമ്മൾ പൈൽ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഈക്വൽ ഇൻക്രിമെൻറ്റിലായിരിക്കും നമ്മൾ ഈ ടെസ്റ്റ് പൈലിലേക്ക് ലോഡ് കൊടുക്കുന്നത് ത്രൂ ഹൈഡ്രോളിക് ജാക്ക്. അതിൻ്റെ ആ ഒരു റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് 20% ഓഫ് ദ അലൗബിൾ ലോഡ്. അലൗബിൾ ലോഡിൻ്റെ 20% വെച്ചിട്ടാണ് ആ ഒരു ഈക്വൽ ഇൻക്രിമെൻ്റ് എടുത്തിട്ട് അലൗബിൾ ലോഡിൻ്റെ അബൌട്ട് 20% വെച്ചിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് പൈലിലേക്ക് ലോഡ് കൊടുക്കുന്നത്. അപ്പോൾ ലോഡ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? പൈലിൽ മൂവ്മെൻറ്റ് ഉണ്ടാകും. അങ്ങനെ ഈ പൈലിൽ സെറ്റിൽമെൻറ്റ് സംഭവിക്കും. അപ്പോൾ ഈ സെറ്റിൽമെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് 3 ഡയൽ ഗേജ് എങ്കിലും വെച്ചിട്ടാണ് ഈ പൈലിലുണ്ടാകുന്ന സെറ്റിൽമെൻറ്റ് മെഷർ ചെയ്യുന്നത്, ഓർ സോയിലുണ്ടാകുന്ന സെറ്റിൽമെൻറ്റ് മെഷർ ചെയ്യുന്നത്. ആൻഡ് ഈച്ച് സ്റ്റേജ് ഓഫ് ലോഡിങ് നമ്മൾ ഈ ഈക്വൽ ഇൻക്രിമെൻറ്റിലാണ് ലോഡ് കൊടുക്കുന്നത്. അപ്പോൾ ലോഡ് കൊടുക്കുമ്പോൾ എല്ലാം ഇതിൽ മൂവ്മെൻറ്റ് ഉണ്ടാകും അല്ലേ, പൈലിൽ മൂവ്മെൻറ്റ് ഉണ്ടാകും, പൈൽ ടോപ്പിൽ മൂവ്മെൻറ്റ് ഉണ്ടാകും. ഇത് സാൻഡി സോയിലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പൈലാണെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് 0.1 mm/h കൂടാൻ പാടില്ല. അതേപോലെ ക്ലേ സോയിലാണെങ്കിൽ 0.02 mm/h കൂടാൻ പാടില്ല. സോ ഈ ഒരു ലിമിറ്റിൽ വെച്ചിട്ട് വേണം നമ്മൾ ഓരോ സ്റ്റേജ് ഓഫ് ലോഡിങ്ങും അറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ എന്താണ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോളിക് ജാക്ക് വഴിയാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നത്. ആൻഡ് ഈ ഒരു പൈൽ മൂവ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫിക്സഡ് റെഫറൻസ് മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ റെഫറൻസ് മാർക്കിന് റെസ്പെക്റ്റ് ആയിട്ടാണ് നമ്മൾ പൈലിലുണ്ടാകുന്ന മൂവ്മെൻറ്റ് മെഷർ ചെയ്യുന്നത്. ആൻഡ് നമ്മൾ സാൻഡി സോയിലിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ പൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആഫ്റ്റർ എ പീരീഡ് ഓഫ് 3 days കഴിഞ്ഞിട്ടാണ് ഈ പൈൽ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ സോഫ്റ്റ് ക്ലേയുടെ കേസിലാണെങ്കിൽ അബൌട്ട് 1 വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പൈൽ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഈക്വൽ ഇൻക്രിമെൻറ്റിലാണ് ലോഡ് ഈ പൈലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അബൌട്ട് 20% ഓഫ് ദ അലൗബിൾ ലോഡ് ആ ഒരു റേറ്റിലാണ് നമ്മൾ ഈ പൈലിലേക്ക് ലോഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ആ സോയിലിനുണ്ടാകുന്ന സെറ്റിൽമെൻറ്റ് നമ്മൾ 3 ഡയൽ ഗേജസ് വെച്ചിട്ടായിരിക്കും മെഷർ ചെയ്യുന്നത്. ആൻഡ് ഈ പൈൽ ടോപ്പിലുണ്ടാകുന്ന മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേറ്റ് ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻഡി സോയിലിൽ 0.1 mm/h കൂടാൻ പാടില്ല. അതേപോലെ ക്ലേ സോയിലാണെങ്കിലോ 0.02 mm/h കൂടാൻ പാടില്ല. സോ ഈ ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈച്ച് സ്റ്റേജ് ഓഫ് ലോഡിങ്ങും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ നമ്മൾ ഓരോ സ്റ്റേജിങ്ങിൽ കൂടിയാണ് ഈച്ച് സ്റ്റേജിങ് ഓഫ് ലോഡിങ് നമ്മളൊരു പർട്ടിക്കുലർ സെറ്റിൽമെൻറ്റ് അറ്റൈൻ ചെയ്തിരിക്കും. സോ ഈ സെറ്റിൽമെൻറ്റ് ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ഇൻ്റർവൽ വെച്ചിട്ടായിരിക്കും നമ്മൾ സെറ്റിൽമെൻറ്റ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പം ഓരോ ലോഡ് ഇൻക്രിമെൻറ്റ് കൊടുക്കുമ്പോഴും സെറ്റിൽമെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സെറ്റിൽമെൻറ്റ് ഒബ്സർവ് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.5, 1, 2, 4, 8, 12, 16, 20, 60 മിനിറ്റ്സ്. അപ്പോൾ ഇത്രയും മിനിറ്റ്സ് ഇൻ്റർവൽ വെച്ചിട്ടാണ്, ഇത്രയും ഇൻ്റർവെല്ലുള്ള സെറ്റിൽമെൻറ്റാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ലോഡിങ് എപ്പോൾ വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക്, അതായത് ഈ ടെസ്റ്റ് പൈലിലേക്ക് എത്രത്തോളം നമുക്ക് ലോഡ് കൊടുക്കാം എന്നുള്ളത്, അതായത് എപ്പോഴാണ് ഈ ലോഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കണ്ടിന്യൂഡ് അപ് ടു ട്വൈസ് ദ സേഫ് ലോഡ് ഓർ ദ ലോഡ് അറ്റ് വിച്ച് ദ ടോട്ടൽ സെറ്റിൽമെൻറ്റ് റീച്ചസ് എ സ്പെസിഫൈഡ് വാല്യൂ. ഇപ്പം ഈ ഒരു പൈലിൻ്റെ ഒരു സേഫ് ലോഡ് ഉണ്ടായിരിക്കും, ആ സേഫ് ലോഡിൻ്റെ ട്വൈസ് അത്രയും വരെ നമുക്ക് ഈ ലോഡിങ് കണ്ടിന്യൂ ചെയ്യാം. ഓർ ഈ ടോട്ടൽ സെറ്റിൽമെൻറ്റ് ഒരു സ്പെസിഫൈഡ് വാല്യൂ അറ്റൈൻ ചെയ്യുന്നിടം വരെ നമുക്ക് ഈ ലോഡിങ് ഈ ടെസ്റ്റ് പൈലിലേക്കുള്ള ലോഡിങ് ഇൻക്രിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് നമ്മൾ ഈ സെയിം ഇൻ്റർവെൽ, അതായത് 1 hour ഇൻ്റർവെല്ലിൽ സെയിം ഡിക്രിമെൻറ്റ് വെച്ചിട്ടായിരിക്കും ഈ ലോഡ് ഈ ടെസ്റ്റ് പൈലിൽ നിന്നുള്ള നമ്മൾ അപ്ലൈ ചെയ്ത ലോഡ് റിമൂവ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ആ ഒരു ഫൈനൽ റീബൗണ്ട് നമ്മൾ 24, അതായത് മൊത്തം ലോഡ് എൻറ്റയർ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് 24 hours കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ലോഡ്, അതായത് ഈ പൈലിലുണ്ടാകുന്ന ഫൈനൽ റീബൗണ്ട് വാല്യൂ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇത് പൈൽ ലോഡ് ടെസ്റ്റിൻ്റെ ലോഡ് സെറ്റിൽമെൻറ്റ് കർവാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് സെറ്റിൽമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് സെറ്റിൽമെൻറ്റ് ഓർ ലോഡിങ്. ആൻഡ് ഇത് ഒരു പർട്ടിക്കുലർ ലിമിറ്റ്, അതാണ് നമ്മൾ പറഞ്ഞു ലോഡിങ് എവിടെ വരെ കൊടുക്കാം, ട്വൈസ് ദ സേഫ് ലോഡ്, നമുക്ക് പൈലിൻ്റെ സേഫ് ലോഡിൻ്റെ ട്വൈസ് ആയിട്ടും കൊടുക്കാം. അതേപോലെ ഈ ടോട്ടൽ സെറ്റിൽമെൻറ്റ് ഒരു സ്പെസിഫൈഡ് വാല്യൂ അറ്റൈൻ ചെയ്യുന്നിടം വരെ നമുക്ക് ഈ ടെസ്റ്റ് പൈലിലേക്ക് ലോഡിങ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സോ നമ്മൾ അത്രയും ലോഡിങ് കൊടുത്തിട്ട് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തിയിട്ട് ഇതെന്ത് ചെയ്യും, ഇത് റീബൗണ്ട് ചെയ്യും അല്ലേ. അപ്പോൾ അതാണ് ഈ അൺലോഡിങ് കാണിച്ചിരിക്കുന്നത്. സെറ്റിൽമെൻറ്റ് റെഡ്യൂസ് ചെയ്യും. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നെറ്റ് സെറ്റിൽമെൻ്റ് ആണ് ഈ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ എക്സാമിന് IS പൈൽ ലോഡ് ടെസ്റ്റ് ചോദിക്കുമ്പോൾ ഈ ലോഡ് സെറ്റിൽമെൻറ്റ് കർവ് ഉൾപ്പെടെ ആ ടെസ്റ്റ് സെറ്റപ്പ് ഉൾപ്പെടെ ഫിഗേഴ്സ് എല്ലാം വരച്ചിരിക്കണം.
അതേപോലെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഗിവൺ ലോഡിലുള്ള പൈലിൻ്റെ നെറ്റ് പൈൽ സെറ്റിൽമെൻറ്റ് SN ഇക്വേഷൻ വന്നിട്ട് ടോട്ടൽ സെറ്റിൽമെൻറ്റ് ഓർ ഗ്രോസ് സെറ്റിൽമെൻറ്റ് മൈനസ് ഇലാസ്റ്റിക് സെറ്റിൽമെൻറ്റ്, ദാറ്റ് ഈസ് SN ഈസ് ഈക്വൽ ടു ST മൈനസ് SC. SN ഈസ് ദ നെറ്റ് പൈൽ സെറ്റിൽമെൻറ്റ് ആണ്. സോ നമുക്കൊരു പൈലിൻ്റെ നെറ്റ് പൈൽ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ പൈലിൻ്റെ ടോട്ടൽ സെറ്റിൽമെൻറ്റിൽ നിന്ന് ഇലാസ്റ്റിക് സെറ്റിൽമെൻറ്റ് ഓർ റീബൗണ്ട് സെറ്റിൽമെൻറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പൈലിൻ്റെ നെറ്റ് പൈൽ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാം. സോ ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൈലിൻ്റെ സേഫ് ലോഡ് എങ്ങനെയാണ് എടുക്കുന്നത്. നമ്മൾ IS 2911 കോഡ് വെച്ചിട്ട് ഒരു പൈലിൻ്റെ സേഫ് ലോഡ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്നാണ്. അതായത് 3 മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അതായത് സേഫ് ലോഡ് ഈസ് ടേക്കൺ ആസ് ഹാഫ് ഓഫ് ദ ലോഡ് അറ്റ് വിച്ച് ദ ടോട്ടൽ സെറ്റിൽമെൻറ്റ് ഈസ് ഈക്വൽ ടു 10% ഓഫ് ദ പൈൽ ഡയമീറ്റർ. അപ്പോൾ അതായത് സേഫ് ലോഡ്, ഒരു പൈലിൻ്റെ സേഫ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഹാഫ് ഓഫ് ദ ലോഡ് അറ്റ് വെച്ച് ടോട്ടൽ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈൽ ഡയമീറ്ററിൻ്റെ 10% ഈക്വൽ ആകുമ്പോൾ ഉള്ള ടോട്ടൽ സെറ്റിൽമെൻറ്റിൻ്റെ അപ്പോൾ ഉള്ള ലോഡിൻ്റെ ഹാഫ് വാല്യൂ എടുക്കുമ്പോഴാണ് ഫസ്റ്റ് വൺ വരുന്നത്. അതായത് ഹാഫ് ഓഫ് ലോഡ് അറ്റ് വിച്ച് ദ ടോട്ടൽ സെറ്റിൽമെൻറ്റ് ഈസ് 10% ഓഫ് ദാറ്റ് പൈൽ ഡയമീറ്റർ. ഓർ സെക്കൻഡ് കേസ് വന്നിട്ട് 2/3 ഓഫ് ദ ഗ്രോസ് ലോഡ് അറ്റ് വിച്ച് ദ ടോട്ടൽ സെറ്റിൽമെൻറ്റ് ഈസ് 12 mm. അല്ലെങ്കിൽ 2/3 ഓഫ് ഈ ടോട്ടൽ സെറ്റിൽമെൻറ്റ് 12 mm ആകുമ്പോൾ ഉള്ള ഗ്രോസ് ലോഡിൻ്റെ 2/3 വാല്യൂ എടുക്കാം. അത് സെക്കൻഡ് വൺ. ആൻഡ് തേർഡ് വൺ വന്നിട്ട് 2/3 ഓഫ് ദ ലോഡ് വിച്ച് ഗീവ്സ് എ നെറ്റ് സെറ്റിൽമെൻറ്റ് ഓഫ് 6 mm. അപ്പോൾ ഒരു 6 mm നെറ്റ് സെറ്റിൽമെൻറ്റ് തരുന്ന ലോഡിൻ്റെ 2/3 വാല്യൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അതായത് ഈ ഹാഫ് ഓഫ് ദ ലോഡ് അറ്റ് വിച്ച് ടോട്ടൽ സെറ്റിൽമെൻറ്റ് ഈസ് ഈക്വൽ ടു 10% ഓഫ് ദ പൈൽ ഡയമീറ്റർ ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്താണ്? 2/3 ഓഫ് ദ ഗ്രോസ് ലോഡ് അറ്റ് വിച്ച് ദ ടോട്ടൽ സെറ്റിൽമെൻറ്റ് ഈസ് 12 mm. ആൻഡ് തേർഡ് കേസ് വന്നിട്ട് 2/3 ഓഫ് ദ ലോഡ് അറ്റ് വിച്ച് ഗീവ്സ് എ നെറ്റ് സെറ്റിൽമെൻറ്റ് ഓഫ് 6 mm. ഈ 3 കേസിൽ ഏതാണോ നമുക്ക് ലീസ്റ്റ് വാല്യൂ, ഈ 3 വാല്യൂസിലും ഏതാണോ ലീസ്റ്റായിട്ട് കിട്ടുന്നത് അതാണ് ഒരു പൈലിൻ്റെ സേഫ് ലോഡ് അല്ലെങ്കിൽ അലൗബിൾ ലോഡായിട്ട് നമ്മൾ എടുക്കുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം ഈ 3 വാല്യൂസും വെച്ചിട്ടാണ് നമ്മളൊരു പൈലിൻ്റെ സേഫ് ഓർ അലൗബിൾ ലോഡ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ ഈ വാല്യൂസ് പഠിച്ചു വെക്കുക. ഹാഫ് ഓഫ് ദ ലോഡ് അറ്റ് വിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കാം. നമുക്ക് പ്രോബ്ലം ചോദിക്കും. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂസ് വേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒറ്റ സിംഗിൾ പ്രോബ്ലം ചോദിക്കും. ഇതിൽ ഒറ്റ ഒരു മെത്തേഡ് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ്. ആ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം.